ഹായ്. അപ്പം നമ്മൾ ഇന്നലെ ഹയനെ എവിടെ ഇരുത്തിയിരിക്കുന്നത്? ടോപ്പിൽ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ടീച്ചർ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഹയ ടോപ്പിലെത്തിയെന്നുള്ളത്. അപ്പോൾ അതെല്ലാവരും കാണുക, അതിനുശേഷം മാത്രമേ ഇതിലേക്ക് വരാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഹയ ടോപ്പിൽ ഇരിക്കുന്നു. ഹയയുടെ അലൈൻമെൻറ്റിലേക്ക് നമ്മൾ അവളെ ഇറക്കി 9th-ലെത്തി. 9th ഹയയ്ക്ക് ഇപ്പോൾ സപ്പോസ് കോമൺ ആയിട്ട് ഞാൻ പറയാം, നിങ്ങൾ എല്ലാ സബ്ജക്റ്റും ഒന്നും പാസ്സാകുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലാ സബ്ജക്റ്റും പാസ്സാകുന്നില്ല, 1-2 സബ്ജക്റ്റുകൾ പോവാം, മാത്സും ഇംഗ്ലീഷും ഒക്കെ ജസ്റ്റ് ഫെയിൽ ആകുന്നുണ്ട്. ഹയമോള് പക്ഷെ മിടിക്കുക കേട്ടോ, അവൾ നല്ല മിടുക്കി കിട്ടിയ. പക്ഷെ ഞാൻ നിങ്ങൾ കോമൺ ആയിട്ട് എല്ലാവർക്കും ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാം. അപ്പം നമ്മൾ പിന്നെ നമ്മളെന്ത് ചെയ്യാണ്, നമുക്ക് എന്താണ് എല്ലാ സബ്ജക്റ്റിനൊന്നും ഫുൾ മാർക്കില്ല, ചില സബ്ജക്റ്റുകൾക്ക് കുറവ് മാർക്കാണ്. അപ്പം ആദ്യത്തെ നമ്മൾ കട്ട് ചെയ്ത പീസിനകത്ത് ഫസ്റ്റ് പീസ് എടുക്കുന്നു, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് കയറുകയാണ്. ഞാൻ എഴുതുകയാണ്. എല്ലാ ടീച്ചർ പറയുന്ന എല്ലാ കാര്യങ്ങളും എഴുതി വെക്കണം കേട്ടോ. അതിനൊരു ടെക്നിക്കുണ്ട്, ആ ടെക്നിക്ക് ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആ ടെക്നിക്ക് വെച്ചിട്ട് എഴുതി വയ്ക്കുക. ആ എഴുതി വെക്കുന്ന അതിനകത്ത് ആദ്യം എഴുതേണ്ടത് എന്താണ്, ഞാൻ എല്ലാ സബ്ജക്റ്റിനും പാസ്സാകുന്നു. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും, എല്ലാ സബ്ജക്റ്റിനും പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നിങ്ങൾ തുടങ്ങണം. നമ്മൾ സ്വപ്നങ്ങൾ കണ്ടാൽ പോരാ, ആ സ്വപ്നങ്ങളിലേക്കുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പ്. മക്കളെ, നിങ്ങൾ വലിയ സ്റ്റെപ്പൊന്നും എടുക്കണ്ട, നിങ്ങൾ വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ചെയ്യണ്ട. നിങ്ങൾ എന്താ പറയുക, ചെറിയ സ്റ്റെപ്പ് എടുത്താൽ മതി. ഓക്കെ. അപ്പോൾ അതിൽ ചെറിയ സ്റ്റെപ്പ് എന്താണ്, എനിക്ക് എല്ലാ സബ്ജക്റ്റിനും പാസ്സാകുക എന്നുള്ളത് ആദ്യം എഴുതുക. അപ്പോൾ അങ്ങനെ എല്ലാ സബ്ജക്റ്റിനും പാസ്സാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. അതിനുശേഷം മക്കളെ, ഞാൻ നിങ്ങളോട് ആ ഒരു പിന്നെ നമ്മൾക്ക് ദൈവം ബ്ലസ് ചെയ്തിട്ട് നമ്മളെ തന്നിട്ടുണ്ട്. എന്താ തന്നിരിക്കുന്നത്, നമുക്ക് ആവശ്യത്തിനുള്ള ബുദ്ധിയും, കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, നാവുണ്ട്, എല്ലാം നമുക്കുണ്ട് അല്ലേ. നടക്കാൻ പറ്റുന്നുണ്ട്, പഠിക്കാൻ പറ്റുന്നുണ്ട്, എല്ലാം ഉണ്ട്. എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടികളും മന്ദബുദ്ധി കുട്ടികളല്ല, എല്ലാവരും നല്ല സ്മാർട്ട് പിള്ളേരാണ്. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം പറ്റുന്നുണ്ട്. അപ്പോൾ ദൈവം നിങ്ങളെ ബ്ലസ് ചെയ്തിട്ടാണ് വിട്ടിരിക്കുന്നതെന്ന് നിങ്ങൾ കരുതണം. ആ ദൈവം തന്ന, ഞാൻ ഒരു ഇതായിരുന്നു കഥ പറഞ്ഞത്, പിന്നെ ഒരു ദൈവത്തിൻ്റെ ഷോപ്പിലേക്ക് ഒരു മനുഷ്യൻ പോയിട്ട് വിത്തിന് വേണ്ടിയിട്ട് വിത്ത് ചോദിച്ചു പോയില്ലേ, ആ കഥ മനസ്സിലേക്ക് കൊണ്ടുവരാം. ദൈവത്തിൻ്റെ ഷോപ്പിൽ പോയിട്ട് എന്താ അയാൾ പറഞ്ഞേ, അപ്പം അവസാനം ആ ഷോപ്പിൽ നിന്ന് എന്തായിരുന്നു പറഞ്ഞെന്നുള്ളത് കഥ അറിയത്തില്ലേ. ഓക്കെ, ആ കഥ മനസ്സിലേക്ക് കൊണ്ടുവരാം. അപ്പം നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ട്, നിങ്ങൾക്ക് നല്ല ഇതുണ്ട്. ആ വിത്ത് നിങ്ങളാണ് ആ വിത്തിലേക്ക് വെള്ളവും വളവും ഒഴിച്ച് അതിനെ പുഷ്ടിപ്പെടുത്തി അതിലൊരു ഫ്രൂട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ലേ. ആ ഫ്രൂട്ടാണ് നമുക്ക് പറിച്ച് തിന്നേണ്ടത്. ഓക്കെ. അപ്പം നമ്മൾ ഫ്രൂട്ട് ഉണ്ടാക്കണം. ഫ്രൂട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, 9th പഠിക്കുന്ന കുട്ടിയുടെ ഫ്രൂട്ട് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഫ്രൂട്ട് എന്താണ്, എല്ലാ സബ്ജക്റ്റിനും പാസ്സാകുക എന്നുള്ള ഗോള് എഴുതുക. ആ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് എഴുതുക. അതിനുശേഷം നിങ്ങളുടെ ക്ലാസ് ടെസ്റ്റിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ പാസ്സാകുന്നു. അവിടെ അത് വിഷ്വലൈസ് ചെയ്യണം. ഞാൻ എല്ലാ സബ്ജക്റ്റും പാസ്സാകുന്ന വിഷ്വലൈസ് ചെയ്യാനും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അതിനുശേഷം എന്ത് ചെയ്യണം മക്കളെ, ഫുൾ A+ലേക്ക് എഴുതുക. എന്നിട്ട് ഫുൾ A+ന് വേണ്ടിയിട്ട് നിങ്ങൾ വെള്ളവും വളവും ഒഴിച്ച് അതിനെ നിങ്ങൾ ഫുൾ A+ലേക്ക് എത്തിക്കുക. അത് നിങ്ങളുടെ ഉത്തരവാദിത്തം, നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തം. നിങ്ങളുടെ ജീവിതം വിജയിക്കണോ, നിങ്ങൾക്ക് സക്സസ്ഫുൾ പേഴ്സൺ ആവണോ, ടോപ്പ് ലെവലിൽ പോയിട്ട് എല്ലാവരുടെയും കയ്യടിയും വാങ്ങിച്ച് നിങ്ങൾക്ക് ഇരിക്കണോ, നിങ്ങളുടെ പേരൻസിനല്ല, എനിക്കല്ല, ടീച്ചേഴ്സിനല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനല്ല, ആർക്കുമില്ല. ദാറ്റ് ഈസ് ഓൺലി ഫോർ യു. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫുൾ A+ലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നെക്സ്റ്റ് ഗോള്, സ്റ്റെപ്പ് കയറുക കേട്ടോ. ഹൈ എന്നപ്പോൾ ഓരോ സ്റ്റെപ്പും കയറിക്കൊണ്ടേ ഇരിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്, എന്ത് ചെയ്യണം, ഫുൾ A+ കിട്ടി, പിന്നെ ക്ലാസ് ടോപ്പർ ആകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. പിന്നെ അടുത്ത ഗോള് എന്താണ്, ക്ലാസ് ടോപ്പറാക്കി സ്കൂൾ ടോപ്പർ ആവണം. മനസ്സിലായോ? സ്കൂൾ ടോപ്പർ ആയി കഴിയുമ്പം നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൻ്റെ തന്നെ ടോപ്പറായി മാറാനായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചെഴുതണം. അങ്ങനെ ഓരോ ലെവലും ഉണ്ട്. ആ ലെവലെല്ലാം ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ. MD3 വെൽനസ് ബാച്ചിലെ കുട്ടികൾ എല്ലാവരും ഇത് ഫോളോ ചെയ്യുന്ന കുട്ടികളാണ്. അങ്ങനെ നിങ്ങൾ ഓരോ അലൈൻമെൻറ്റിലെത്തുന്നു. 10th നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു വിഷൻ ഉണ്ടാകുന്നു. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, നിങ്ങൾ തീരുമാനിക്കണം. ഞാൻ എന്ത് +1 +2 എന്ത് പഠിക്കണമെന്ന് 10th നിങ്ങൾ തീരുമാനിച്ചിരിക്കും. ടീച്ചർ അതിനുള്ള തീരുമാനം ഉണ്ടാക്കി തന്നിരിക്കും.
ഓക്കെ. അപ്പോൾ ആ ഒരു 10th നിങ്ങളുടെ ഡിസിഷനാണ് മക്കളെ നിങ്ങളെ അബണ്ടൻസിലേക്ക് എത്തിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ +1 +2 നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റ് റോങ് ആയി പോയാൽ പിന്നെ നിങ്ങൾ വീണ്ടും തിരിച്ചു വന്ന് ആദ്യത്തേന്ന് തുടങ്ങേണ്ടി വരും. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ദൃഢനിശ്ചയം നിങ്ങൾക്കുണ്ടായിരിക്കണം. 10th സ്റ്റാൻഡേർഡിൽ അത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നും ഒക്കെ ടീച്ചർ MD3 വെൽനസിലെ മക്കൾക്ക് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ 10th നമ്മൾ ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു ഗോൾ അവിടെ സെറ്റ് ചെയ്യും. അതുവരെ നമ്മൾ സക്സസ്ഫുൾ പേഴ്സണായിട്ട് കോമൺ ആയിട്ട് എടുക്കുന്നു. 10th നമ്മൾ ക്ലാരിറ്റി വരുത്തുന്നു. 10th നിങ്ങൾ +1 +2 അത് നിങ്ങൾ ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ സബ്ജക്റ്റ് ആരുടെയും നിർബന്ധമില്ല. നിങ്ങളുടെ പേരൻസോ നിങ്ങളുടെ ടീച്ചേഴ്സോ ഒന്നുമല്ല നിങ്ങൾ തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിനോടാണ് താല്പര്യം, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിനെയാണ് പ്രണയിക്കാൻ പറ്റുന്നത്, അതിൻ്റെ കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് അതുള്ള സബ്ജക്റ്റ് മാത്രമേ നിങ്ങൾ +1 +2 എടുക്കാവുള്ളൂ. ഇല്ല എങ്കിൽ നിങ്ങളിങ്ങനെ ഉന്തി തള്ളി കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്ലാന്ന് പറഞ്ഞത് ഔട്ട് വീഴുവേ. അതുകൊണ്ട് എനിക്ക് പേരൻസിനോടും പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾ 10th അവർക്ക് ഏറ്റവും നല്ല സ്കോർ ചെയ്യുന്ന പേപ്പർ ഏതാണെന്ന് നോക്കുക, ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന പേപ്പർ ഏതാണെന്ന് നോക്കുക, അതനുസരിച്ചുള്ള സബ്ജക്റ്റുകൾ വേണം എടുക്കാൻ. ഓക്കെ, അത് ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ കുറേ പേരുണ്ടാവുമല്ലോ ഇത് കാണുന്നത്, എൻ്റെ സ്റ്റുഡൻസ് അല്ലാത്തവരുണ്ടാവുമല്ലോ ഇത് കാണുന്നത്. അതുകൊണ്ട് ഞാൻ എന്തായാലും പേരൻസുമായിട്ടൊക്കെ, എൻ്റെ കുട്ടികളുടെ പേരൻസുമായിട്ടൊക്കെ ഞാൻ 10th അവരെത്തുമ്പോഴത്തേക്ക് ഞാൻ അവരുമായിട്ട് നല്ല ഇൻട്രാക്ഷനിലാണ്. അപ്പോൾ അവരെ ഞാൻ ഗൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ പിന്നീട് ഹയ എന്ത് ചെയ്യുന്നു, ഹയയുടെ അവിടുന്ന് അവളെ 10th ക്ലാസ്സിൽ നിന്ന് ഹയനെ ഞാൻ തീരുമാനിപ്പിക്കും ഏതാണ് സബ്ജക്റ്റ് എടുക്കേണ്ടതെന്ന്. അതിനുശേഷം ഹയ +1 +2 ചേരുന്നു. അവിടെ അവൾ സക്സസ് ആയിട്ട് അവളുടെ സ്കൂൾ ടോപ്പർ എന്നുള്ള ലെവലിലേക്ക് അവൾ എത്തിയിരിക്കും. സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉള്ള കുട്ടിക്ക്, സ്വപ്നങ്ങളെ പ്രണയിക്കുന്ന കുഞ്ഞിന്, എപ്പോഴും വിഷ്വലൈസ് ചെയ്യുന്ന മക്കൾ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് അതിനെല്ലാം ഒരു അലൈൻമെൻറ്റ് വേണം. ഓരോന്നിനും ഓരോ അലൈൻമെൻ്റ് ഉണ്ട്. പ്യുവറിറ്റി ഓഫ് മൈൻഡ് മക്കളെ, പ്യുവറിറ്റി ഓഫ് മൈൻഡിലേക്ക് എൻ്റെ എല്ലാ മക്കളും വന്നിട്ടുണ്ട് അല്ലേ. നല്ല കുട്ടികളായിട്ട് വളരുന്നു. ആദ്യം അവരുടെ വീട്ടിലെ അച്ഛൻ്റെ അമ്മയുടെയും നല്ല സൂപ്പർ ഹീറോ ആയിട്ട് അവർ മാറുന്നു. അതിനുശേഷം ഫ്രണ്ട്സിൻ്റെ സൂപ്പർ ഹീറോ ആയിട്ട് മാറുന്നു, ടീച്ചേഴ്സിൻ്റെ സൂപ്പർ ഹീറോ ആയിട്ട് മാറുന്നു, ടീച്ചേഴ്സിൻ്റെയൊക്കെ പെറ്റ് സ്റ്റുഡൻ്റ് ആയിട്ട് മാറുന്നു. ഇതിനൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ എഴുതി ഓരോ ടെക്നിക്കലും എഴുതി നമ്മൾ നമ്മുടെ ജീവിതത്തിനെ സക്സസ്സിലേക്ക് എത്തിക്കും. ഓക്കെ, അപ്പം ഹയ അങ്ങനെ അവസാനം ഹയ എവിടെ എത്തുന്നു, ഹയ ഒരു സക്സസ്ഫുൾ പേഴ്സണായിട്ട് മാറുന്നു. എല്ലാവരുടെയും ക്ലാപ്പിംഗ് അവൾക്ക് കിട്ടുന്നു. അവൾ അഭിമാനത്തോടു കൂടി അന്ന് കുറച്ച് നാൾ കഷ്ടപ്പെട്ടതിൻ്റെ ഫലം ഇന്ന് ഹയക്ക് എന്തുണ്ട്, ഹയക്കത് സക്സസ് ആക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യണം, സ്വപ്നങ്ങൾ കാണണം, വിഷ്വലൈസ് ചെയ്യണം. ഓക്കെ മക്കളെ, ശരി, ഓക്കെ, ബൈ.